നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാറ്റിക് അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണും. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് ഈ റിലേഷൻ ഇപ്പം എൻഡായി നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഹോപ്പ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ എൻഡിങ്ങിൽ നിന്നൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ്. റിലേഷൻ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു ഇഷ്യൂ നടന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എനർജി ആണെങ്കിൽ അവിടെ ഒരു റീസ്റ്റാർട്ട് ഈ റിലേഷനിൽ എന്തായാലും മുന്നോട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജോ കോളോ എന്തെങ്കിലും ഒരു ലവ് ലാംഗ്വേജ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു എനർജിയാണ്. ഗിഫ്റ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൾ ചെയ്ത് സംസാരിക്കുകയായിരിക്കാം. എന്തായാലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിലോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ഈ റിലേഷനെ ബാധിച്ചിട്ടുള്ളത് അവരുടെ ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ഈ റിലേഷനെ കാണുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷന് വേണ്ടത്ര ഒരു സീരിയസ്നെസ് കൊടുക്കാതെ നിൽക്കുന്നുണ്ടായിരിക്കാം. ചെറിയ പ്രശ്നങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലുണ്ടായിരുന്ന അതേ സീരിയസ്നെസ്സോടുകൂടി അവർ റിലേഷനെ കാണുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു കമ്മിറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുകയോ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ അത് കേൾക്കാത്ത പോലെ ഇരിക്കുക. അങ്ങനെ ഈ റിലേഷൻ എന്ന് പറയുന്നതിന് നിങ്ങൾ കൊടുക്കുന്ന അത്രയും മൂല്യം അല്ലെങ്കിൽ അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സീരിയസ് ആയിട്ട് ഈ റിലേഷനെ കാണാതിരിക്കുക. ഇതിനെ ആ രീതിയിൽ അവർ ഡീൽ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാണ് ഈ റിലേഷനെ സത്യം പറഞ്ഞ ഒരു നെഗറ്റീവ് സൈഡ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ് സൈഡ് അതാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. 10 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവർ ഫാമിലിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും എന്നുള്ളതാണ്. അവർ ചിലപ്പോൾ ഫാമിലി പറയുന്നതിനനുസരിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കാം. ഇപ്പം ഒരു കമ്മിറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോഴും നമ്മൾ ഫാമിലി സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നൊരു ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പം ഇവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. ആ രീതിയിൽ അവരുടെ സംസാരം ഉണ്ടാവുന്നുണ്ടാവാം. അതൊക്കെ നിങ്ങളെ പെയിൻഫുൾ ആക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് റിലേഷൻ മുന്നോട്ട് സ്ട്രെങ്തൻ ആവും എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് അവർ സീരിയസ് ആയിട്ടല്ല ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങളിൽ നിന്ന് മാറി നിന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിൽ ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ലവേഴ്സ് കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് തമ്മിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണലി ഫിസിക്കലി ഉള്ള ഒരു അട്രാക്ഷൻ നിങ്ങൾ തമ്മിൽ ഈ റിലേഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഈ റിലേഷനോട് വന്ന സമയത്ത് തന്നെ നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അത്രയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു എനർജി അതൊക്കെ നിങ്ങൾക്ക് ഈ റിലേഷന് കിട്ടിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ആ ഒരു അട്രാക്ഷനാണ് ഈ റിലേഷനെ നിലനിർത്തുന്നത് മെയിൻ ആയിട്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ഫൂൾ കാർഡാണ്. ഇവിടെ അവർ ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫാമിലി സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ റിലേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ഞാൻ ഫേസ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിലോട്ടും അവർ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു തോട്ടിലോട്ട് മാറിയത് കൊണ്ടാണ് അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. 10 ഓഫ്
വാൺസ് എനർജിയാണ്. അതായത് ഇവരുടെ മനസ്സിൽ ഒരുപാട് സംഘർഷം നടക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് ഇവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ട്, നിങ്ങളെ വിട്ടു മാറിയതിൻ്റെ ഒരു ടെൻഷൻ അവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്തായാലും സാവധാനം ഈ റിലേഷനിൽ ഒരു കോണ്ടാക്ട് വരും തന്നെയാണ് കാണിക്കുന്നത്. ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് അല്ല, സാവധാനം റിലേഷനിൽ ഒരു കോണ്ടാക്റ്റ് വരും. ഓക്കെ. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എല്ലാവർക്കും ഈ റീഡിങ് റെസിനേറ്റ് ആയിക്കോളന്നില്ല. പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമേ അത് റെസിനേറ്റ് ആവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം കണക്റ്റഡ് ആവുന്നു അതിനനുസരിച്ച് ഇതെടുക്കുക. അല്ലാതെ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാത്തൊരു റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കാതിരിക്കുക, പരമാവധി എടുക്കാതിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം. ഇൻസെപ്പറബിൾ എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നുള്ളത്. അത് ഈ ഒരു ലവേഴ്സ് കാർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആ ഒരു മെസ്സേജാണ് കാണിക്കുന്നത്. അത്രയും ഒരു അട്രാക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, അത്രയും ഒരു ബോണ്ടിങ്, ഇമോഷണലി ഫിസിക്കലി ഉള്ള ഒരു ഭയങ്കര ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഈഗോ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷനിലൊരു ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈഗോ ആണ്. ഒരാൾക്ക് താഴ്ന്നു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്. ചിലപ്പോൾ നിങ്ങൾ പേഴ്സൺ ആയിരിക്കും ഈഗോ ഉണ്ടാവുന്നത്. നിങ്ങൾ വേണ്ടി വരും എല്ലായ്പ്പോഴും ഈ റിലേഷന് വേണ്ടി എഫേർട്ട് ഇടാൻ. അവർ എഫേർട്ട് ഇടുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഈഗോ പ്രശ്നമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഡിസംബർ 1985, ലെറ്റർ ബി 1987, തിരുവാതിര, ചോതി, കൊല്ലം, ഫെബ്രുവരി 1997, തിരുവനന്തപുരം 2001, 1994. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.